ഹലോ വെൽക്കം ടു മൈ ചാനൽ മിക്സ് റോക്സ്. അപ്പോൾ ഇത് നമ്മളെ പുതിയ വ്ളോഗാണ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം വ്ളോഗിൽ കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ പോവാന്ന്. വണ്ടി വരണത്രേ, അപ്പം വണ്ടി വന്നിട്ട് നമുക്ക് കാണാം. അപ്പം നമ്മളെ വണ്ടി വന്നിട്ടുണ്ട്. തുറക്കൂ. ഹായ് ബോനൂട്ടാ. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പോവാന്ന്. ഇത് മോനൂട്ടൻ, തപ്പേട്ടൻ, ഇത് സുരാജേട്ടൻ. അപ്പോട്ടാ നമ്മ അടുത്തേക്ക് വന്നേ. അപ്പോട്ടാ നിങ്ങളുടെ മുമ്പ് പോയിട്ടുണ്ടാ? ഞാനും പോയിട്ട്. ഇത് എവിടാ പോട്ടാ? ഇവിടുന്ന് കൊറേ പോവാനുണ്ടോ? ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും? നല്ല വ്യൂ ഉണ്ട് അല്ലേ? മൊത്തം കോടയാണ് ഗൈസ്, ഇവിടെ കോട. ആനയും കടുവലും ഉള്ളത് അത് ഈ ഫോറസ്റ്റ് അല്ലേ? കൊടൂര വനത്തിലാണ് റേഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലേ? ചെറിയൊരു റോഡായോണ്ട് രണ്ട് വണ്ടി വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട് വരും. ഓപ്പോസിറ്റ് ഒരു ബസ് വരുന്നുണ്ട്. ഇതാണ് ഈ അമ്പലത്തിലേക്ക് കൊണ്ട് കമ്മാനം കണ്ട നെല്ലിത്തട്ട് ശ്രീ മഹാവിഷ്ണു ടെമ്പിൾ. അല്ല അപ്പൊ ഈടെ ഈ അമ്പലത്തില് ആൾക്കാരെല്ലാം വരും, അപ്പൊ അമ്പലം സന്ദർശിക്കാനല്ലോ. പിന്നെ നമ്മ സന്ദർശിക്കാമല്ലോ. ഇങ്ങനെ അമ്പലം ഈ കാണുന്ന തന്നെ അമ്പലം, ഒറ്റ ഒരാളില്ല, നമ്മ മാത്രം ഉണ്ട്. ഇതാ നമ്മ പറഞ്ഞ അമ്പലം. ഫോറസ്റ്റിൽ ഒരു 3 കിലോമീറ്റർ ഇങ്ങോട്ട് വരാനുണ്ട്. പിന്നെ അത് ഫുള്ള് ചുറ്റും കാടാണ്, അങ്ങനെ ആൾക്കാരുകളൊന്നും ഇല്ല. ഇപ്പം നമ്മ മാത്രമേ ഇല്ല ഇവിടെ. ഇത് ഈ ആൽമരാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. നമുക്കിനി അമ്പലത്തിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. നമുക്കിനി അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അവിടെ കൂട്ടുന്നില്ലേ? വരുന്നില്ലേ? ഇടാല്ലേ ഗൈസ്, ഇതാണ് ഇതിൻ്റെ ചുറ്റുപാടും ഫുൾ കാടാണ് ഗൈസ്. ഇവിടെ ഭയങ്കര നിശബ്ദതയാണ്. ഇവിടെ രാത്രി ഒന്നും വരാൻ പറ്റൂല കേട്ടോ.
ഇവിടെ ഫാമിലി ആയിട്ടും ഫോട്ടോഷൂട്ടിനെല്ലാം പറ്റിയൊരു സ്ഥലമാണല്ലേ? എല്ലാവർക്കും പീസാണ് ഫുള്ള്. യെസ്, സമാധാനം. സമാധാനം ആവശ്യമില്ലവർ ഇങ്ങോട്ടേക്ക് വരാം. വീക്കെൻഡിലെല്ലാം സമാധാനമായിട്ട് പ്രാർത്ഥിക്കാം, കഴിക്കാം. ഇപ്പൊ നട തുറക്കണം. ഇപ്പൊ നട തുറക്കും. ഇപ്പൊ തുറക്കാറുണ്ട്. കേസ് നമ്മളിപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണുള്ളത്. 1966 ഈ ക്ഷേത്രം സ്ഥാപിതമായത്. ഇവിടുത്തെ പ്രധാന ആരാധനാ ദൈവം മഹാവിഷ്ണുവാണ്. ഗ്രേയിലാണ്. മറ്റ് ദൈവന്മാരെയും ആരാധിക്കുന്നുണ്ട്, എന്നാലും പ്രധാനമായി ആരാധിക്കുന്ന ദൈവം മഹാവിഷ്ണുവാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ തൊഴുത് ഇറങ്ങിയപ്പം നമ്മൾ പൂജാരോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇവിടെ വർഷത്തിൽ എല്ലാ വർഷവും ഫെബ്രുവരി മാസത്തിലാണ് ഇവിടെ പൂജ നടത്തുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊരു ഗുഹയുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വർഷത്തിലൊരിക്കൽ മാത്രമേ ആ ഗുഹ ഓപ്പൺ ആവൂ. അപ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റൂല. പക്ഷെ നല്ല വ്യൂ ആണ്. അപ്പോൾ നമ്മൾ അമ്പലമെല്ലാം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. മോനൂട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പറഞ്ഞാല് മിച്ച എക്സ്പീരിയൻസ് തന്നെ. എന്ന് വെച്ചാല് ഇത്ര സമാധാനം, സ്വസ്ഥമായിട്ടുള്ളൊരു അമ്പലം. ഈ അമ്പലത്തിലേക്ക് ഒരിക്കലും എല്ലാവരും വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫോറസ്റ്റിൽ തന്നെ ഒരു 3 കിലോമീറ്റർ അല്ലേ, 3 കിലോമീറ്റർ അടുപ്പിച്ച് ഓഫ് റോഡ് യാത്ര, പിന്നെ മൊത്തത്തിൽ എക്സ്പീരിയൻസ്, ആംബിയൻസ് ബെസ്റ്റാണ്. മിസ്സാവില്ല, വന്നാൽ എന്തായാലും യാത്ര മിസ്സാവില്ല. അപ്പോൾ ഇവിടെ വരുന്നവർ ഇതിൻ്റെ അടുത്ത് ഒരു അടൂരമ്പലം കൂടി ഉണ്ട്. അപ്പോൾ ആടെ പണി നടക്കുന്നതായതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടെ പോകുന്നില്ല. അപ്പോൾ ആടെയും കൂടി പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് പോയിക്കൂടെ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത വ്ളോഗായിട്ട് വരാം.